റമദാൻ മാസം 30 വരെ അവനങ്ങ് കാത്തിക്കാണ്. എന്തിനു വേണ്ടി? 30 അവസാനിച്ചാൽ സിനിമക്ക് പോകണം, 30 അവസാനിച്ചാൽ മറ്റേത് കാണണം, അതിനുവേണ്ടി കാത്തിക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവന്റെ അവസ്ഥ വലിയ ജയിലിലിട്ട ആളെ പോലെയാണ്, അവന് തുറക്കാൻ കാത്തിക്കാണ്. റമദാൻ അവന് വല്ല ജയില് പോലെയായിരിക്കുന്നു. അങ്ങനെ ആകരുത്. നിന്നെ നന്നാക്കുന്നതിനുവേണ്ടി അള്ളാഹു ഈ ഇബാദത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. എത്ര സങ്കടകരമായ കാര്യം. 30 ദിവസം എടുത്ത് നോമ്പെടുക്കുക, 31ാമത്തെ ദിവസം പോയിട്ട് സിനിമാ തിയേറ്ററിന്റെ അവിടെ പോയി നിൽക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ പിന്നെ നീ നോമ്പ് വെച്ചത്? എന്തിനാ നീ ഇബാദത്ത് ചെയ്തത്? എന്തിനാണ് നിനക്ക് അള്ളാഹു ഇത്രയും ദിവസം നീ അള്ളാഹ് അനുവദിച്ച കാര്യം വരെ നോമ്പിന്റെ പകലിൽ അള്ളാഹുവിന് വേണ്ടി നീ ഉപേക്ഷിച്ചു? മറ്റു സമയങ്ങൾ അള്ളാഹു അനുവദിച്ച കാര്യം നോമ്പ് കഴിഞ്ഞ ഉടനെ നീ ഇതിലേക്ക് പോകും. പിന്നെ എന്താ നിനക്ക് റമദാൻ കൊണ്ടുണ്ടായ മാറ്റം എന്താണ്?